അപകടകരമായ രീതിയിൽ ബൈക്ക് യാത്ര നടത്തിയ കുസാറ്റിലെ വിദ്യാർത്ഥികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ്. ബൈക്കിന് പിന്നിലിരുന്ന വിദ്യാർത്ഥി പുറകിലേക്ക് തിരിഞ്ഞിരുന്ന് യാത്ര ചെയ്തതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നാലെ ഉണ്ടായിരുന്ന ബൈക്കിൽ വിദ്യാർത്ഥികൾ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് RTO വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി പരിശോധന നടത്തിയത്. നിയമലംഘനം തെളിഞ്ഞതോടുകൂടി വിദ്യാർത്ഥികൾക്ക് പിഴ ചുമത്തുകയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ ചെയ്യുകയുമായിരുന്നു. നിതിൻ സേവരി വാർത്തയുടെ വിവരങ്ങൾ നൽകും. നിതിൻ, ഈ ദൃശ്യങ്ങൾ മാത്രം മതി, കൂടുതലൊന്നും പറയാനില്ല. വലിയ നിയമലംഘനമാണ്, നടു റോഡിലാണ്. സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടമുണ്ടാക്കുന്ന തരത്തിലാണ് ഈ ഒരു റാഷ് ഡ്രൈവിംഗ് ഈ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും അവർ പണി ചോദിച്ചു വാങ്ങുകയാണ്. ശക്തമായ നടപടിയെടുക്കുന്നു MVD, അല്ലേ നിതിൻ? കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും കർശനമായ നടപടികൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ കുസാറ്റിലെ വിദ്യാർത്ഥികളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പൊതുനിരത്തിൽ അപകടകരമായി ബൈക്ക് യാത്ര നടത്തിയ 2 വിദ്യാർത്ഥികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനാണ് മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇപ്പോൾ ശുപാർശ ചെയ്തിട്ടുള്ളത്. ഇതിൽ ബൈക്ക് ഓടിക്കുന്നതിനിടെ പിന്നിലിരുന്ന വിദ്യാർത്ഥി പുറംതിരിഞ്ഞ് ഇരുകാലുകളും ഇരുവശങ്ങളിലേക്കിട്ട് വളരെ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുന്ന ദൃശ്യവും, ഒപ്പം തന്നെ അതിന് പിന്നാലെ വന്ന ബൈക്കിൽ ഇവരുടെ സുഹൃത്തുക്കൾ, സഹപാഠികൾ ഹെൽമറ്റ് ഇല്ലാതെ സംസാരിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് RTO വിദ്യാർത്ഥികളെ വിളിപ്പിച്ചു വരുത്തി പരിശോധന നടത്തിയത്. ഈ നിയമലംഘനം സ്ഥിരീകരിച്ചതോടെ വിദ്യാർത്ഥികൾക്ക് പിഴ ചുമത്തുകയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ ചെയ്യുകയുമായിരുന്നു. ഇതിന് പുറമെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവിംഗ് റിസർച്ച് സെന്ററിൽ 3 ദിവസത്തെ പരിശീലനത്തിന് ഈ വിദ്യാർത്ഥികൾ ഹാജരാകണം. അപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ 1 ദിവസത്തെ റോഡ് സുരക്ഷ ബോധവൽക്കരണ ക്ലാസ്സിനും ഇവർ ഹാജരാകണം. ഈ ക്ലാസുകളിൽ ഇവർ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് ലൈസൻസ് റദ്ദാക്കുന്ന നടപടികളിലേക്ക് കിടക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. ശരി നിതിൻ, അപ്പോൾ ഈ ശിക്ഷാ നടപടികളിലൂടെ ഇനി എങ്ങനെ പൊതുനിരത്തുകളിൽ വാഹനം ഓടിക്കണം, എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഈ വിദ്യാർത്ഥികൾ പഠിക്കട്ടെ.